ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നാം ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഗ്രാഫിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട്. കുറച്ചായി ഗ്രാഫിക്സിൻ്റെ ക്ലാസ് നമ്മൾ നിർത്തിയിട്ട് നാലാമത്തെ യൂണിറ്റ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. നാലാമത്തെ ഒരു ടോപ്പിക്കേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ടോപ്പിക്കാണ്, അതിന് തരും. പിന്നുള്ളത് 5ാമത്തെ മോഡ്യൂളാണ്. 5ാമത്തെ മോഡ്യൂളിൽ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്താണ് കളർ മോഡൽ, എത്ര തരത്തിലുണ്ട്, ഒരുപാട് തരത്തിലുണ്ട്. നമുക്ക് 2-3 തരത്തിലാണ് പഠിക്കാനുള്ളത്. അതാണ് മെയിനായിട്ടുള്ളത് 5th മോഡ്യൂളിലുള്ള മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ 5th മോഡൽ പറയുന്നത് കളർ മോഡലും കളർ ആപ്ലിക്കേഷൻസുമാണ്. അപ്പോൾ കളർ മോഡൽ ആൻഡ് കളർ ആപ്ലിക്കേഷൻസ്. എന്താണ് കളറും ലൈറ്റും? കളർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പരസ്പരം പൂരകങ്ങളാണ് അല്ലേ. ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കളർ ലൈറ്റ്. നമുക്കറിയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ്, അതായത് TV പോലുള്ള ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്കറിയാം ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോഴാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കാരണം ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പ്രൈമറി കളേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ. ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നുള്ള ഈ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കളേഴ്സും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ വേറെയുണ്ട്. ഇത് പ്രൈമറി കളറാണ്. ഈ പ്രൈമറി കളർ വെച്ച് എല്ലാ കളേഴ്സും ഡെവലപ്പ് ചെയ്യാം. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് കളറ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. അതിൽ നമുക്ക് പറയുന്നത് കളർ സ്പേസസുകളാണ്. അപ്പോൾ ഈ കളർ സ്പേസസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന കളേഴ്സിൻ്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് എങ്ങനെയൊക്കെയാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യലാണ് കളർ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് കളർ മോഡൽസ് മെയിനായിട്ടും പഠിക്കുന്നത് RGB ഉണ്ട്, YMK ഉണ്ട്, പിന്നെ ഒന്നുകൂടി വരുന്നുണ്ട്. ഒരുപാടെണ്ണമുണ്ട്. Y', M', K ഒക്കെ ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 3 പഠിക്കാനുള്ളൂ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള RGB ആണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞ RGB. പിന്നെ വേറെ 2 കൂടിയാണ് പറഞ്ഞത്. YIക്കും CMY എന്ന് തോന്നുന്നു. അങ്ങനെ 3 ഉള്ളത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കളർ മോഡൽ എന്താണെന്നും ഇത്ര ടൈപ്സ് ഉണ്ടെന്നും അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ കളർ ലൈറ്റ് പരസ്പരം ബന്ധപ്പെട്ടിരുന്ന 2 ടേമുകളാണ് കളറും ലൈറ്റും. പിന്നെ എന്താണ് കളർ സ്പേസസ് എന്നാണ് പറയുന്നത്. കളർ സ്പേസസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ മോഡ്സ് യൂസ്ഡ് ഇൻ ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഫോർ വേരിയസ് പർപ്പസസ്. സം ഓഫ് ദി കോമൺ കളർ സ്പേസസ് ആർ. കളർ സ്പേസസ് എന്ന് പറയുമ്പോൾ കളർ മോഡ്സാണ്. അതായത് ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കളർ കോമ്പിനേഷൻസിനെയാണ് കളർ മോഡ്സ് എന്ന് പറയുന്നത്. അവ ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്യാൻ. ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഇമേജ് കാണിക്കാൻ, അതായത് ഒരു സ്ക്രീനിൽ ഇമേജ് വിസിബിൾ ആവാൻ, അതാണ് ഇമേജ് പ്രോസസ്സ്. നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമേജ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതാണ്. അപ്പോൾ ഇമേജ് പ്രോസസ്സിങ്ങിനും സിഗ്നൽസ്, അതായത് സിഗ്നൽസ് നമുക്കറിയാം, നമുക്ക് ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ട സിഗ്നൽസ്, ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള കളർ മോഡ്സുകളെ ആണ് നമ്മൾ അങ്ങനെ പല കളർ മോഡ്സുകളുണ്ട്. അതിനെയാണ് കളർ സ്പേസസ് എന്ന് പറയുന്നത്. ആ കളർ സ്പേസസിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് കളർ മോഡൽസ്. കളർ സ്പേസസുകൾ യൂസ് ചെയ്യുമ്പോഴാണ് കളർ മോഡലുകൾ ഉണ്ടാകുക. കളർ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകം തരം തിരിച്ചിട്ടുള്ള മോഡലുകൾ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ മാതിരി RGB മോഡൽ എന്ന് പറയുമ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ വെച്ചുകൊണ്ടുള്ള മോഡലാണ്. ഡയഗ്രമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ കളറാണ് വരിക, അത്രയും കാര്യങ്ങളാണ് ഓരോ മോഡലിലും പഠിക്കുന്നത്. അത് ശരിക്കും ക്യൂബിക്കൽ സ്ട്രക്ചർ ആവാം, പല സ്ട്രക്ചറാവാം. ഏത് സ്ട്രക്ചറിലാണ് ഉള്ളത്, ആ സ്ട്രക്ചറിൽ ഏതൊക്കെ കളർ ഏത് ഭാഗത്താണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കളറാണ് വിസിബിൾ ആവുക, അത്രയും കാര്യങ്ങളാണ് ഈ മോഡൽസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് RGB ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കളർ സ്പേസസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ മോഡ്സ് ആണ്. ഇമേജ് പ്രോസസ്സിങ്, ഇമേജ് സിഗ്നലിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ കളർ സ്പേസസ് യൂസ് ചെയ്യുന്നത്. കളർ സ്പേസസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, പ്രത്യേക കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് കളർ പ്രൊഡ്യൂസ് ചെയ്യുക.
ആണ് കളർ സ്പേസസ് എന്ന് പറയുന്നത്. ഈ കളർ സ്പേസസ് യൂസ് ചെയ്തുകൊണ്ട് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ മോഡലുകളുണ്ട്. അവയാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് RGB, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് RGB. പിന്നെ CMY, പിന്നെ CMY-K എന്ന് പറയുന്നത് CMY എന്ന് പറയാറുണ്ട്. Y-UV, YIQ, Y-CBCR, HSSV. ഇതൊക്കെ തന്നെ കളർ സ്പേസ് അല്ലെങ്കിൽ കളർ മോഡലുകളാണെന്ന് പറയാം. നമുക്ക് പഠിക്കാനുള്ള ഒന്ന് RGB ആണ്, ഒന്ന് YIQ, പിന്നെ ഒന്ന് CMY. ഈ 3 എണ്ണമാണ് നമുക്ക് നിങ്ങളുടെ സിലബസിൽ പറയാനുള്ളത്. അത് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് RGB കളർ മോഡലെന്ന് RGB കളർ മോഡൽ തന്നെ കുറച്ച് പറയാനുണ്ട്. അങ്ങനെ പറ്റുകയാണെങ്കിൽ 3 എണ്ണം ഒരു ക്ലാസ്സിൽ പറയുകയോ അല്ലെങ്കിൽ 2 എണ്ണമായിട്ട് പറയുകയോ ചെയ്യാം. 3 കളർ മോഡൽസാണ് പഠിക്കാനുള്ളത്. ഈസിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. എല്ലാ വർഷവും ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യനാണ് കളർ മോഡൽ. അപ്പോൾ കുറച്ചായിട്ട് നിർത്തി വെച്ചതായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച തുടങ്ങണമെന്ന് വിചാരിച്ചൊന്നും തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീക്ക് തന്നെ എല്ലാവരും തീർക്കാനുള്ളതല്ല പോർഷൻസ് തീർക്കുകയും അതിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനുള്ള വർക്കുകൾ തരികയും ചെയ്യും. ഇൻ്റേണൽ അസസ്മെൻറ്റിനുള്ള വർക്കുകൾ തരികയും ചെയ്യും. അതത് ഗ്രൂപ്പുകളിൽ നിങ്ങൾ അറിയിക്കും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.